റാപ്പിഡ്ലി ഇൻക്രീസിങ് ആയിട്ട് വരുന്ന ഒരു സീരീസ് എപ്പോഴും മൾട്ടിപ്ലിക്കേഷനോ അതിൻ്റെ കോമ്പിനേഷൻസോ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരു സീരീസ് ആയിരിക്കും. ഹലോ എവ്രി വൺ, നമ്മുടെ മിഷൻ എക്സൽ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൽഫബറ്റ് സീരീസ് എന്താണെന്ന് കണ്ടു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൽഫബറ്റ് സീരീസ് പോലെ തന്നെ എന്നാൽ അതിനേക്കാളും കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്പർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്പർ സീരീസ്? നമ്പർ സീരീസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിൻ്റെ ഒക്കെ ബേസിക് കോൺസെപ്റ്റുകളും SSC എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസും നമ്മുടെ ഇന്നത്തെ സെഷനിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ നമ്പർ സീരീസിൽ നിന്നും വരുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമ്പർ സീരീസ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. നമ്മൾ ആൽഫബറ്റ് സീരീസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി കണ്ടതുകൊണ്ട് തന്നെ ആൽഫബറ്റ് സീരീസിൽ ആൽഫബറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പ്രത്യേക പാറ്റേൺ വരുന്നതെങ്കിൽ നമ്പർ സീരീസിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പാറ്റേൺ വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ആൽഫബറ്റ് സീരീസിൽ കണ്ടതുപോലെ തന്നെ ചിലപ്പം ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ മിസ്സിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വരാം. ഇനി അതും അല്ലെങ്കിൽ മൂന്നാമതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കൂടി നമ്പർ സീരീസിൽ നിന്നും വരാനുണ്ട്. അതിനെ നമ്മൾ ഇൻകംപ്ലീറ്റ് സീരീസ് എന്നാണ് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് തരും. അപ്പോൾ ആ സീരീസിൻ്റെ കോൺസെപ്റ്റ് എന്താണ് എന്ന് നമ്മൾ ലോജിക്കലി ഡിറൈവ് ചെയ്തതിന് ശേഷം അതേ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സീരീസിനെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്പർ സീരീസിൽ ഈ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വരാറുള്ളത്. അപ്പോൾ അതിൽ ഓഡ് നമ്പർ സീരീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പോലെ ഒരു സീരീസ് തരും. ആ കൂട്ടത്തിൽ ഒരു ടേം മാത്രം തെറ്റായിരിക്കും. അപ്പോൾ ആ തെറ്റായിട്ടുള്ള ടേം ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മളെപ്പോഴും കാണാറുള്ള മിസ്സിംഗ് നമ്പർ സീരീസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 5-6 ടേംസ് വരുന്ന ഒരു സീരീസ് തരും നമ്പേഴ്സിൻ്റെ. ഒരു പക്ഷേ അതിൽ ഒന്നാമത്തെ ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റത്തെ ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാനായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാനായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ മിസ്സിംഗ് നമ്പർ സീരീസ് എന്ന് പറയും. ഇൻകംപ്ലീറ്റ് സീരീസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ആദ്യം ഒരു കംപ്ലീറ്റ് സീരീസ് തരും, അതിൻ്റെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സീരീസിനെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പലതവണ പറഞ്ഞു ലോജിക് ഉപയോഗിക്കണം, പാറ്റേൺ കണ്ടുപിടിക്കണം എന്നൊക്കെ, അല്ലേ? അപ്പോൾ എന്താണ് ഈ ലോജിക് ആൻഡ് എന്താണ് ഈ പാറ്റേൺ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാത്തമാറ്റിക്സിൽ അതായത് മാത്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഞാനിവിടെ തന്നിരിക്കുന്ന ലോജിക്കുകളിൽ ഏതെങ്കിലും ഒരു ലോജിക്കോ അല്ലെങ്കിൽ ഒന്നിലധികം ലോജിക്കുകളുടെ കോമ്പിനേഷൻ ആയിട്ട് ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു അഡിഷൻ ബേസ്ഡ് ആയിട്ടുള്ള സീരീസ് ആകാം, ചിലപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ബേസ്ഡ് സീരീസ് ആകാം, അല്ലെങ്കിൽ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും കൂടി വരുന്നതാകാം. ഇനി അതല്ലെങ്കിൽ എക്സ്പൊണൻസ് വരുന്ന ഒരു പവർ സീരീസിലെ ക്വസ്റ്റ്യൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഡിഫറൻസോ അതായത് സബ്ട്രാക്ഷനോ ഡിവിഷനോ അതിൻ്റെ കോമ്പിനേഷനോ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ചിലപ്പോൾ സ്ക്വയറും ക്യൂബും ഒക്കെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു മിക്സ്ഡ് ആയിട്ടുള്ള സീരീസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ഈ ടൈപ്പുകൾ, അല്ലെങ്കിൽ ഈ ടൈപ്പിൽ ഏതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്ന് പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സീരീസ് ആദ്യം കാണുമ്പോൾ തന്നെ അതിൻ്റെ ലോജിക് എന്താണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിനെ 4ആയിട്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 4 പ്ലേസസിലും 4 സീരീസ് എഴുതാനായിട്ട് പോവാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഞാനിവിടെ എഴുതുന്ന സീരീസ് വളരെ സിമ്പിളാണ്. 5, 10, 15, 20. അടുത്ത ടേം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സീരീസ് ആണിത്. ഇനി ഇത് കഴിഞ്ഞ് വരുന്ന നമ്മുടെ അടുത്ത സീരീസ് എന്ന് പറയുന്നത് ഞാനിവിടെ 200, അതിനുശേഷം 190, 180, 170. ഇത് കഴിഞ്ഞ് വരുന്ന ടേം ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 2 സീരീസ് ഇവിടെ കിട്ടി. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ എടുക്കുന്ന സീരീസ് വീണ്ടും സിമ്പിൾ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് നമ്മളിവിടേക്ക് എടുക്കുന്നത്. ഞാനിവിടെ ആദ്യം 128 എടുത്തു, അത് കഴിഞ്ഞ് 64 എടുത്തു, അത് കഴിഞ്ഞിട്ട് ഇവിടെ 32 എടുത്തു, അത് കഴിഞ്ഞ് 16 എടുത്തു. അടുത്ത ടേം ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇനി 4ാമത്തെ സീരീസും അതേപോലെ തന്നെയുള്ള ഒരു സിമ്പിൾ സീരീസ് ആണ്. ഞാനിവിടേക്ക് 9 എടുത്തു, അതിനുശേഷം ഇവിടേക്ക് 18 എടുത്തു, അത് കഴിഞ്ഞിട്ട് ഇവിടെ 36 എടുത്തു, അത്
അത് കഴിഞ്ഞ് 72 എടുത്തു, അടുത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സീരീസ് കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ ലോജിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സീരീസ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇത്തരത്തിലുള്ള സീരീസിൻ്റെ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ ടൈപ്പ് ഓഫ് സീരീസും നമുക്ക് പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ സീരീസ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കേ. ഇത് 5-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 20-ലേക്ക് അവസാനിക്കുന്നു എന്ന് വെച്ചാൽ ഇതൊരു ഇൻക്രീസിങ് സീരീസ് ആണ്. അതേപോലെ ഇത് 9-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 72-ലേക്ക് പോകുന്നു. സോ ഇതും ഒരു ഇൻക്രീസിങ് സീരീസ് ആണ്. ഇനി 200-ൽ നിന്നും 170-ലേക്ക് പോകുന്നു, ഇതൊരു ഡിക്രീസിങ് സീരീസ് ആണ്. 128-ൽ നിന്നും 16-ലേക്ക് പോകുന്നു, ഇതും ഒരു ഡിക്രീസിങ് സീരീസ് ആണ്. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം മുകളിലും താഴെയുള്ളത് രണ്ടും ഇൻക്രീസിങ് ആണ്, മറ്റത് രണ്ടും ഡിക്രീസിങ് ആണ്. പക്ഷേ ഇത് രണ്ടും ഇൻക്രീസ് ആണെങ്കിലും രണ്ടും ഒരുപോലെ ഇൻക്രീസ് ചെയ്യുന്നതൊന്നും അല്ല. കാരണം എന്താ, ഇത് മെല്ലെ മെല്ലെ, അതായത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് 20 വരെ എത്തുന്നു, എന്നാൽ ഇത് കുറച്ചും കൂടെ സ്പീഡിൽ ഇൻക്രീസ് ചെയ്ത് 72 വരെ എത്തുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഒന്നും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ സീരീസ് വളരെ മെല്ലെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സീരീസും രണ്ടാമത്തെ സീരീസ് വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സീരീസുമാണ്. അപ്പോൾ ഈ പെട്ടെന്ന് ഇൻക്രീസ് ഉള്ളതും മെല്ലെ ഇൻക്രീസ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഇതിപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് തോന്നിയതാണെങ്കിലോ പെട്ടെന്ന് ഇൻക്രീസ് ആണ് അല്ലെങ്കിൽ മെല്ലെ ഇൻക്രീസ് ആണ്, ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന ഒരു സീരീസിൽ ത്രൂ ഔട്ട്, അതായത് ആദ്യത്തെ ടേം മുതൽ അവസാനത്തെ ടേം വരെ ഒരു ടേമിന്റെ ഇരട്ടിയോ അതിലധികമോ ആണ് അടുത്ത ടേം വരുന്നതെങ്കിൽ അതിനെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സീരീസ് ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 9-ന്റെ ഇരട്ടി ഇവിടെ 16, വീണ്ടും അതിൻ്റെ ഇരട്ടി 36, പിന്നെ 72, ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോയി അല്ലേ. അപ്പോൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരു ഇരട്ടിയുടെ ഗ്യാപ്പ് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സീരീസ് ആയിട്ട് കാണാം. അങ്ങനെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സീരീസ് അല്ലെങ്കിൽ റാപ്പിഡ്ലി ഇൻക്രീസിങ് ആയിട്ട് വരുന്ന ഒരു സീരീസ് എപ്പോഴും മൾട്ടിപ്ലിക്കേഷനോ അതിൻ്റെ കോമ്പിനേഷൻസോ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരു സീരീസ് ആയിരിക്കും. അതേസമയം ഈ സീരീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഇരട്ടിയുടെ ഒരു ഗ്യാപ്പ് ഒന്നും കാണാൻ പറ്റുന്നില്ല, ഇത് മെല്ലെയാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എപ്പോഴും ഗ്രാജുവലി അല്ലെങ്കിൽ മെല്ലെ ഇൻക്രീസ് ചെയ്തു പോകുന്ന ഒരു സീരീസ് എപ്പോഴും അഡിഷനോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന ഏതെങ്കിലും ലോജിക്കോ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന സീരീസ് ആയിരിക്കും. ഇനി നേരെ തിരിച്ച് ഇവിടേക്ക് ചിന്തിച്ച് നോക്കിക്കേ, ഇവിടെ 200-ൽ നിന്നും 170-ലേക്ക് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഡിവിഷൻ വരണം അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ വരണം. അപ്പോൾ നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ വന്നത് ഇരട്ടിയായിട്ട് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിവിഷൻ വരണമെങ്കിൽ ത്രൂ ഔട്ട് മിനിമം 2 കൊണ്ടെങ്കിലും ഉള്ള ഡിവിഷൻ, അതായത് ഫസ്റ്റത്തെ ടേം മുതൽ ലാസ്റ്റത്തെ ടേം വരെ ഓരോ ടേമും അതിൻ്റെ പിന്നിലത്തെ ടേമിൻ്റെ പകുതിയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഡിവിഷൻ വരുള്ളൂ അല്ലേ. അപ്പോൾ ഈ കേസിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 128-ന്റെ പകുതി, 64-ന്റെ പകുതി ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് റാപ്പിഡ്ലി ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ട് പറയാം. അപ്പോൾ റാപ്പിഡ്ലി ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു സീരീസ് എപ്പോഴും ഡിവിഷൻ ബേസ്ഡ് ആയിട്ടുള്ള സീരീസ് ആയിട്ടാണ് വരുന്നത്. ക്ലിയർ? ഇനി അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റാപ്പിഡ്ലി ഡിക്രീസിങ്ങിന് പകരം ഗ്രാജുവലി, അതായത് മെല്ലെ ഡിക്രീസ് ചെയ്യുന്ന ഒരു സീരീസ് ആണെങ്കിലോ ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുന്ന ഒരു സീരീസ് ആണെങ്കിൽ അവിടെ എപ്പോഴും സബ്ട്രാക്ഷൻ ആയിരിക്കും ലോജിക്കായിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതാണ് നമ്മുടെ സീരീസിനെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഷോർട്ട് ട്രിക്ക്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ഇതിൽ അഡിഷനും സബ്ട്രാക്ഷനും മാത്രമാണോ വരുള്ളൂ? അല്ല, ഒരിക്കലും അല്ല. ചിലപ്പം ആദ്യത്തെ ടേം ഇൻക്രീസ് ചെയ്ത് പിന്നെ ഡിക്രീസ് ചെയ്യുന്ന വരാം, ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ into 2 + 2 എന്നൊക്കെ പറഞ്ഞു വരാം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ലോജിക്ക് നമുക്ക് ഇത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും ഏതാണ് ലോജിക് എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇനി ഇതിൽ വരുന്ന 2 ഡിഫറൻസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതിൽ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ഉപയോഗിച്ചിട്ടുള്ള സീരീസ് ആണ്. അപ്പോൾ എന്താണ് ഈ ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, ഇവിടെ 1, 4, 9, 16, 25. അടുത്ത ടേം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പറയും അടുത്ത ടേം ഇവിടെ 36 ആണ്. അപ്പോൾ ഞാനിവിടെ വേറെ ഒന്നും പറയാതെ നിങ്ങൾക്ക് എങ്ങനെയാണത് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവുക? കാരണം ഇതെല്ലാം നമ്പേഴ്സിൻ്റെ സ്ക്വയർസ് ആണ് അല്ലേ. അതായത് 1 സ്ക്വയർ ആണ്, 2 സ്ക്വയർ ആണ്, 3 സ്ക്വയർ ഉണ്ട്, 4 സ്ക്വയർ ഉണ്ട്. സോ ഇതൊരു സ്ക്വയർ നമ്പേഴ്സിൻ്റെ സീരീസ് ആണ്. അതുപോലെ സ്ക്വയർ നമ്പേഴ്സിന് പകരം ക്യൂബ് നമ്പേഴ്സിൻ്റെ സീരീസ് വരാം, അല്ലെങ്കിൽ ഒരു സ്ക്വയർ നമ്പർ -1 + 1 വെച്ചിട്ട് ഒരു സീരീസ് വരാം, അല്ലെങ്കിൽ അഡിഷൻ
ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേംസ് സ്ക്വയറുകളാവുന്ന സീരീസ് വരാം. ഇത്തരത്തിലുള്ള സീരീസിനെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള സീരീസ് എന്ന് പറയും. ഇനി ഇതുപോലെ തന്നെ വരുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് മിക്സ്ഡ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിക്സ്ഡ് സീരീസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒന്നോ അതിലധികമോ സീരീസിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് എഴുതി ഒരു പുതിയ സീരീസ് ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, എൻ്റെ ആദ്യത്തെ സീരീസ് 1 2 3 4 5ഉം അത് കഴിഞ്ഞ് വരുന്ന എൻ്റെ രണ്ടാമത്തെ സീരീസ് ഈ 1 4 9 16 ആണെന്ന് വിചാരിച്ചോ. അപ്പം ഞാൻ സീരീസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം 1നെ ഇവിടുന്ന് എടുക്കും, അടുത്ത 1നെ ഇവിടുന്ന് എടുക്കും, പിന്നെ 2നെ ഇവിടുന്ന് എടുക്കും, പിന്നെ 4നെ ഇവിടുന്ന് എടുക്കും, പിന്നെ നമ്മൾ 3നെ ഇവിടുന്ന് എടുക്കും, പിന്നെ 9നെ ഇങ്ങനെ എടുക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സീരീസും മറ്റ് സീരീസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന ഒരു സീരീസിൽ നമ്പർ ഓഫ് ടേംസ് എപ്പോഴും കൂടുതലായിരിക്കും. കാരണം ഒരു 4 ടേംസ് അല്ലെങ്കിൽ 5 ടേംസ് കൊണ്ട് തന്നെ ഒരു സീരീസിന്റെ ലോജിക് എന്താണെന്ന് നമുക്ക് ആക്ച്വലി ഡീകോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് ഒരു മിക്സ്ഡ് സീരീസ് വരണം എന്നുണ്ടെങ്കിൽ അവിടെ 2 സീരീസ് കമ്പൈൻ ചെയ്യുമ്പോൾ മിനിമം അവിടെ 7 ടേംസ് എങ്കിലും വരണം. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ചോദ്യത്തിൽ 7ഓ അതിലധികമോ ടേംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, അതെപ്പോഴും ഒരു മിക്സ്ഡ് സീരീസ് ആയിരിക്കാനാണ് സാധ്യത. ഇനി വരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അത് അങ്ങനെ ഒത്തിരി കോമൺ ആയിട്ട് കാണാറില്ല, പക്ഷെ വരാറുണ്ട്, അതുകൊണ്ട് അതുകൂടെ ഞാൻ ജസ്റ്റ് പറയാം. പിന്നെ വരുന്ന ഒരു സീരീസ് ആണ് പവർ സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പവർ സീരീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് കയറി അങ്ങ് ഇൻക്രീസ് ചെയ്തു പോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇവിടെ 5 വന്നു, പിന്നെ 25 വന്നു, അത് കഴിഞ്ഞിട്ട് 625 വന്നു, ഇങ്ങനെ പോകുന്ന ഒരു സീരീസ്. മൂന്നാമത്തെ ടേമിൽ തന്നെ നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ സിംഗിൾ ഡിജിറ്റ് നമ്പറിൽ നിന്ന് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇൻക്രീസ് ഒരിക്കലും നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ നിന്നും കിട്ടില്ല. സോ പെട്ടെന്ന് അങ്ങ് കയറി എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ് ചെയ്തു പോകുന്ന സീരീസ് എപ്പോഴും ഒരു എക്സ്പൊണൻഷ്യൽ സീരീസ് അല്ലെങ്കിൽ പവർ സീരീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിനെപ്പറ്റി നിങ്ങൾ അറിയേണ്ട കാര്യം. ഇത്രയും മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ബേസിക്സ് ഏകദേശം കവർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് എക്സാമ്പിൾസും അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എടുത്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ. 1024 520 268 142 and 47.5. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യും? നമ്മൾ ഫസ്റ്റ് എന്താ നോക്കണ്ടേ, ഈ സീരീസ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കുക അല്ലെ. 1024ൽ നിന്നും 47.5ലേക്ക് പോയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതൊരു ഡിക്രീസിങ് ആയിട്ടുള്ള സീരീസ് ആണ്. അപ്പൊ ഡിക്രീസിങ് ആണെങ്കിൽ അതിനെ നമുക്ക് ഇനി എന്താ ചെയ്യാനുള്ളത്? ഡിക്രീസിങ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ മിനിമം പകുതിയുടെയെങ്കിലും വ്യത്യാസം വന്നാൽ ഡിവിഷൻ ആകും, ഇല്ലെങ്കിൽ അത് സബ്ട്രാക്ഷൻ ആകും. അപ്പൊ 1000ന്റെ ഏകദേശം പകുതിയാണ് 500, അതിന്റെ പകുതിന്റെ അടുത്തേക്ക് 268 പോകുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് പകുതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഡിവിഷന് നല്ല സ്കോപ്പ് ഉണ്ട്. നമുക്കപ്പോൾ ഡിവിഷൻ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനെ ആദ്യം നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 1024നെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 512 കിട്ടും. പക്ഷെ ഇവിടേക്ക് പോകണമെങ്കിൽ ഒരു 8 കൂടി ആഡ് ചെയ്യണം. സാരമില്ല, നമുക്ക് അടുത്തതിൽ ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് 520 ആണ്. അതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 260 ആണ്. അവിടെയും അതേപോലെ ഒരു 8 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിനെ 268നെ 2 കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടും? 134 കിട്ടും. ഇവിടെയും 8 ആഡ് ചെയ്തപ്പോഴാണ് 142 കിട്ടിയത്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്താ അടുത്തത് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത്? ഈ 142നെ ഇതേപോലെ 2 കൊണ്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ 71 കിട്ടും. പ്ലസ് 8 ചെയ്താൽ 79 കിട്ടും. സോ ഓപ്ഷൻ സിയിലുള്ള 79 ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇനി അടുത്തതായിട്ട് മറ്റൊരു എക്സാമ്പിൾ ചോദ്യം നോക്കിക്കോ. 14 28 20 40 32 64. അപ്പൊ ഇത് എന്ത് സീരീസ് ആണ്? ആദ്യം 14ൽ നിന്ന് 28ലേക്ക് ഇൻക്രീസ് ചെയ്തു, 28ൽ നിന്ന് 20ലേക്ക് ഡിക്രീസ് ചെയ്തു, പിന്നെ ഇൻക്രീസ് ചെയ്തു, പിന്നെ ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇൻക്രീസും ഡിക്രീസും ഒരുമിച്ച് വരികയാണെങ്കിൽ അവിടെ ഒരു ഓപ്പറേഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക? അല്ല, ഇൻക്രീസ് വരികയാണെങ്കിൽ തന്നെ അവിടെ 2 ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇൻറ്റു ആകാം, അല്ലെങ്കിൽ പ്ലസ് ആകാം. ഇനി ഡിക്രീസ് വരികയാണെങ്കിലും 2 ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ മൈനസ് ആകാം, അല്ലെങ്കിൽ ഡിവിഷൻ ആകാം. ഇൻറ്റു ആണെന്നുണ്ടെങ്കിൽ മിനിമം ഡബിൾ എങ്കിലും വരണം. സോ ഇവിടെ 14ന്റെ ഡബിൾ വരുന്നുണ്ട്. സോ ഇൻറ്റു 2 കറക്റ്റ് ആണ്. 20ന്റെ ഡബിളും വരുന്നുണ്ട്. ഇൻറ്റു 2 കറക്റ്റ് ആണ്. ഇവിടേക്കും ഇൻറ്റു 2 കറക്റ്റ് ആണ്. ഇനി ഡിക്രീസിൽ ഡിവിഷൻ വരണമെങ്കിൽ മിനിമം പകുതി വരണം. 28/2 ചെയ്താൽ 14 ആണ്. 20യുടെ അടുത്തല്ല. അതിന്റെ അർത്ഥം ഇവിടെ ഡിക്രീസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത്
നമുക്ക് വരുന്നത് ഡിവിഷൻ അല്ല സബ്ട്രാക്ഷൻ ആണ് എന്നാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇവിടെ 28 മൈനസ് 8 ചെയ്തപ്പോൾ 20 കിട്ടി, 40 മൈനസ് 8 ചെയ്തപ്പോൾ 32 കിട്ടി. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലോ, ഇവിടെ നിന്നും മൈനസ് 8 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. 64ൽ നിന്ന് 8 പോയാൽ ആൻസർ എത്രയാണ്? 56 ആണ്. സോ ഓപ്ഷൻ ബിയിലുള്ള 56 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇവിടെ സോൾവ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് SSCയുടെ CHSL എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ തന്നിട്ടുള്ള ടേംസ് വായിച്ചു നോക്കാം. 30, 60, 360, 3600. അപ്പോൾ ഈ ഒരു സീരീസിന്റെ പ്രത്യേകത എന്താ? നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈസിലി മനസ്സിലാക്കാൻ പറ്റും. 30ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3600ലേക്ക് ഇൻക്രീസ് ചെയ്തു പോകുന്ന ഒരു സീരീസ് ആണ്. അപ്പോൾ ഇൻക്രീസ് ആവണമെങ്കിൽ ഒന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അഡിഷൻ. അഡിഷൻ ആണെങ്കിൽ ചെറിയ ഇൻക്രീസ് വരണം, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ മിനിമം ഡബിൾ എങ്കിലും വരണം. 30യുടെ ഇരട്ടി 60 ആണ്, 60യുടെ ഇരട്ടി 120, അതിലും കൂടുതലാണ്. 360ന്റെ ഇരട്ടി 720, അതിലും കൂടുതലാണ്. അപ്പോൾ എന്തായാലും അഡിഷൻ ഒരിക്കലും ആവില്ല, മൾട്ടിപ്ലിക്കേഷനോ അതിൻ്റെ മുകളിലേക്കുള്ള എന്തെങ്കിലും മാത്രമാണ് ഇതാവാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കേ. 30 ആൻഡ് 60 ഡയറക്ട്ലി ഇൻറ്റു 2 ആണ്. 60 ആൻഡ് 360 നമുക്ക് കാണുമ്പോൾ ഇൻറ്റു 2 ആണോ? അല്ല, അവിടേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻറ്റു 6 ആണ്. 60 ഇൻറ്റു 6 ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇനി ഇവിടേക്ക് വന്നപ്പോൾ ഇൻറ്റു 10 കിട്ടി. അപ്പോൾ ഇതെന്ത് ലോജിക്കാണ്? 2 വന്നു, 6 വന്നു, 10 വന്നു. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക? ഇത് തമ്മിലുള്ള ഒരു ലോജിക്ക്, അതായത് ഏതൊക്കെ നമ്പേഴ്സ് വെച്ചിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് നെക്സ്റ്റ് ലെവൽ ലോജിക് ആയിട്ട് ഇവിടെ ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ മൾട്ടി ലെവൽ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. കാരണം ആദ്യം ഒരു ലെവലിൽ ഒരു ലോജിക്ക് വരും, അതിൻ്റെ താഴെ ചിലപ്പം വീണ്ടും ഒരു ലോജിക്ക് വരും, ചിലപ്പോൾ CGLലേക്കൊക്കെ പോകുമ്പോൾ ഒന്നും കൂടി താഴേക്ക് ഒരു ലെവൽ ലോജിക്കും കൂടി വരും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എത്രയാ? 2 + 4 6 ആണ്. ഇവിടെ വീണ്ടും 6 + 4 10 ആണ്. അപ്പോൾ അടുത്തതിൽ ഇവിടെ 10 + 4 ചെയ്ത് കഴിഞ്ഞാൽ 14 കിട്ടണം അല്ലേ? സോ 3600 × 14 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഈ 36 × 14 ഡയറക്ട്ലി നമ്മൾ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. സോ ജസ്റ്റ് സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇനി മൾട്ടിപ്ലൈ ചെയ്യാതെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 × 4 ലാസ്റ്റ് ഡിജിറ്റ് ഏത് വരണം? 24 ആണ്. ഈ കൂട്ടത്തിൽ ഒരു ഓപ്ഷനിൽ മാത്രമാണ് 24ലുള്ള 4 വന്നിട്ടുള്ളൂ ലാസ്റ്റ് ആയിട്ട്. സോ ഓപ്ഷൻ സി ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? സോ അത്ര സിമ്പിൾ ആയിട്ട് ഇത്തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി വീണ്ടും മറ്റൊരു ചോദ്യം. വിച്ച് നമ്പർ വിൽ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദി ഫോളോയിങ് സീരീസ്? സോ ഇവിടെ 6, 12, 36, 144. 6ൽ നിന്നും 144ലേക്ക് ഇൻക്രീസ് ചെയ്തു പോകുന്ന ഒരു സീരീസ് ആണ്. എങ്ങനെ സോൾവ് ചെയ്യും? ഇൻക്രീസ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അഡിഷൻ. ഇവിടെ ഇൻറ്റു 2 മിനിമം ഡബിൾ വരുന്നുണ്ട്. സോ മൾട്ടിപ്ലിക്കേഷൻ ട്രൈ ചെയ്യാം. 6 × 2 12, 12 × 3 36, 36 × 4 144. സോ ഇൻറ്റു 5 ഇവിടേക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ 144 × 5 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 144നെ നമുക്ക് 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംപ്ലി ജസ്റ്റ് നമുക്ക് ഈ 144ന്റെ പകുതി എത്രയാണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 0 ഇടുക. ഏത് നമ്പറിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക, കൂടെ അതിൻ്റെ ഒരു 0 ഇടുക. സോ 144ന്റെ പകുതി എത്രയാ? 72. അതിൻ്റെ കൂടെ ഒരു 0 കൂടെ ആഡ് ചെയ്താൽ 720 കിട്ടും. സോ ഓപ്ഷൻ എയിലുള്ള 720 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി അടുത്ത ചോദ്യം CHSLലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 7, 16, 34, 70. സോ 7ന്റെ ഇരട്ടിയിലധികം 16 ഉണ്ട്, 16ന്റെ ഇരട്ടിയിലധികം 34 ഉണ്ട്, അതുപോലെ തന്നെ 70യും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ലോജിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക? ഇവിടെ ഇൻറ്റു 2 ചെയ്യുമ്പോൾ 14 ആണ് അല്ലേ? സോ ഇത് ഇൻറ്റു 2 + 2 ആണ്. 16ഉം 34ഉം 16 × 2 32. സോ ഇൻറ്റു 2 + 2 ആണ്. ഇവിടെ ഇൻറ്റു 2 ചെയ്താൽ 68 കിട്ടും, വീണ്ടും +2 വന്നു. അപ്പോൾ ഇനി രണ്ട് ടേം കണ്ടുപിടിക്കണം. ഇൻറ്റു 2 ചെയ്താൽ 140, +2 ചെയ്താൽ 142, വീണ്ടും ഇൻറ്റു 2. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, മറ്റു രണ്ട് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യാം. ഇൻറ്റു 2 ചെയ്താൽ എത്ര കിട്ടും? 284 കിട്ടും. +2 ചെയ്തിട്ടുണ്ടെങ്കിൽ 286 കിട്ടും. സോ 142 and 286 ഓപ്ഷൻ നമ്പർ സിയിൽ വന്നിട്ടുണ്ട്. അതാണപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്.
ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തതൊക്കെ ഓൾമോസ്റ്റ് ഒരുപോലെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എന്നാൽ ഈ ഒരു ചോദ്യം കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇത് CHSLലെ ഇടയ്ക്കുള്ള ഒരു ടേം കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. നോക്കിക്കോ, ഇവിടെ 15, 27, 12, -9, 33. അപ്പോൾ ഇവിടെ 15ഉം 27ഉം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം 27 തീർച്ചയായിട്ടും 15നെക്കാളും വലിയൊരു നമ്പർ ആണ് അല്ലേ. അപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് +12 എന്ന് കാണാം. എന്നാൽ ഇവിടെ 27ഉം 12ഉം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലോ 27നെ വെച്ച് നോക്കുമ്പോൾ വാല്യൂ കുറവാണ് ഇതിന്. സോ അപ്പോൾ ഇവിടെ നമുക്ക് -15 കാണാം. അപ്പോൾ ഇത് കറക്റ്റ് ആണോ ഈ ലോജിക് എന്ന് അറിയാൻ ഇവിടേക്ക് നോക്കുക. നമുക്ക് ഇവിടെ 9ഉം 33 ഉണ്ട്. അപ്പോൾ 33ൽ നിന്ന് 9 പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് 24 ആണ്. അതായത് നോക്കിക്കോ, ഇവിടുത്തെ ഇൻക്രീസ് ആദ്യം 12ൽ വന്നു, അടുത്തതിൽ ഡിക്രീസ് വന്നു. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ ഏതാണെന്ന് അറിയില്ല, അതുപോലെ ഇവിടെ വരുന്ന വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഇച്ചിരി ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, വേറെ എന്തെങ്കിലും ഒരു വഴി ഇതിലുണ്ടോ നോക്കിക്കേ. ഇവിടെ ഈ തന്നിരിക്കുന്ന ടേംസിൽ 15ഉം 12ഉം 9ഉം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇവിടേക്കൊരു -3 പോയി, ഇവിടേക്കൊരു -3 പോയി അല്ലേ. അങ്ങനെയെങ്കിൽ അതേപോലെ ഇവിടെ 27ഉം വേറൊരു നമ്പറും 33 വന്നു. അപ്പോൾ ഇവിടെ എന്ത് ലോജിക് ആയിരിക്കും വരിക, മുകളിൽ -3 വന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും താഴെ വരണമെങ്കിൽ ഇവിടെ ഒരു +3യും ഇവിടെ ഒരു +3യും വരും. സോ നമ്മുടെ ക്വസ്റ്റന്റെ ആൻസർ എന്തായിരിക്കും, ഇവിടെ 27 +3 ചെയ്താൽ 30 കിട്ടും. ഓപ്ഷൻ ഡിയിൽ വരുന്ന 30 ആണ് അപ്പം ഈ ക്വസ്റ്റന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി വീണ്ടും CGL എക്സാമിലെ വേറൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 114ൽ നിന്നും 244 വരെ പോകുന്ന ഒരു സീരീസ് ആണ്. അപ്പോൾ 114 to 244 അത് ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അഡിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വരണമെങ്കിൽ മിനിമം ഡബിൾ ഇരട്ടിയെങ്കിലും വരണം. അപ്പോൾ ഇവിടെ മിനിമം ഇരട്ടി വന്നിട്ടുണ്ടോ, ഇല്ല. 114ന്റെ ഇരട്ടി 228 ആണ്, അതൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ്ലി ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ല അഡിഷൻ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇനി ഇതിന്റെ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അഡിഷൻ ആണ് ലോജിക്ക് മനസ്സിലായ സ്ഥിതിക്ക് 27ഉം 14ഉം ഇവിടെ 13ന്റെ ഗ്യാപ്പാണ്. നെക്സ്റ്റ് 27ഉം 53യും തമ്മിൽ എത്രയുടെ ഗ്യാപ്പാ, ഇവിടെ നമുക്ക് 26ന്റെ ഗ്യാപ്പാണ് ഇവിടേക്ക് വരുന്നത് അല്ലേ. ഇനി 53യും 92ഉം 53യും വരുമ്പോഴേക്കും നമുക്കിവിടെ 39ന്റെ ഗ്യാപ്പാണ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് 244ഉം 192ഉം വരുമ്പോഴേക്കും നമുക്കിവിടെ എത്രയുടെ ഗ്യാപ്പാണ് വന്നിട്ടുള്ളത്, 52ന്റെ ഗ്യാപ്പാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ, 13ഉം 26ഉം പിന്നെ 39ഉം 52ഉം എന്തെങ്കിലും റിലേഷൻഷിപ്പ് തോന്നുന്നുണ്ടോ? ഇത് എല്ലാം തന്നെ 13ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് 13 into 1 എന്ന് പറയാം, ഇത് 13 into 2 എന്ന് പറയാം, ഇത് 13 into 3 ആണ്, ഇത് 13 into 4 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അടുത്തത് 13 into 5 വരണം. 13 into 5 എത്രയാണ്, 65 ആണ്. സോ 65 244ൽ ആഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ 65 ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഫുള്ള് സോൾവ് ചെയ്യേണ്ട, ലാസ്റ്റ് ഡിജിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ 9 കിട്ടും. ഒറ്റ ഓപ്ഷനിൽ മാത്രമാണ് 9 ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ അത് തന്നെയായിരിക്കും ഈ ക്വസ്റ്റന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഇനി ഇതിലെ ഒരു ക്വസ്റ്റൻ കൂടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സെലക്ട് ദി നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റൻ മാർക്ക് ഇൻ ദി ഫോളോയിങ് സീരീസ് 17, 21, 30, 46, 71. അടുത്ത ടേം ഏതായിരിക്കും? സോ 17ൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് 71 വരെ പോകുന്ന ഒരു സീരീസ് ആണ്. ഡെഫിനറ്റ്ലി ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു സീരീസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ആലോചിക്കുക, മൾട്ടിപ്ലിക്കേഷൻ ആണോ അതോ ഡിവിഷൻ ആണോ, അഡിഷൻ ആണോ? മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മിനിമം ഇരട്ടിയുടെയെങ്കിലും ഗ്യാപ്പ് വരണം. ഇവിടെ മിനിമം ഇരട്ടിയുടെ ഗ്യാപ്പ് വരുന്നുണ്ടോ, ഇല്ല. അപ്പോൾ അഡിഷൻ ആവാനാണ് സാധ്യത കൂടുതൽ. സോ വിത്ത് റെസ്പെക്ട് ടു അഡിഷൻ 17ഉം 21ഉം ഈസിലി +4 എന്ന് എടുക്കാം. ഇനി ഇവിടെ നമുക്ക് ഈസിലി +9 എന്ന് എടുക്കാം. ഇവിടെ ഈസിലി +16 എന്ന് എടുക്കാം. ഇവിടെ 71ഉം 46ഉം വരുമ്പോൾ ഇവിടെ നമുക്ക് 25ന്റെ ഗ്യാപ്പാണ് അല്ലേ, +25 എന്ന് എടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ 13ന്റെ മൾട്ടിപ്പിൾസ് ആണ് എല്ലാം, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ഒരു ക്വസ്റ്റനിൽ നമ്മൾ നോക്കിയപ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കോമൺ ടേം ആഡ് ചെയ്തു വരുന്നതായിട്ട് കണ്ടു. എന്നാൽ ഈ ക്വസ്റ്റനിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടുമോ? 4 + 5 is 9, 9 + 7 is 16,
16 + 9 = 25. എന്തെങ്കിലും ലോജിക് ഇവിടെ ഉണ്ടോ? ഇല്ല. പക്ഷേ ഈ നമ്പേഴ്സ് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, നിങ്ങൾക്ക് ചിലപ്പോൾ ആ ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ നമ്പേഴ്സ് എല്ലാം തന്നെ പെർഫെക്റ്റ് സ്ക്വയർസ് ആണ് അല്ലേ? അതായത് 4ഉം 9ഉം 16ഉം 25ഉം ഇതെല്ലാം തന്നെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്, ഇത് 3 സ്ക്വയർ ആണ്, ഇത് 4 സ്ക്വയർ ആണ്, ഇത് 5 സ്ക്വയർ ആണ്. അപ്പോൾ അടുത്തത് 6 സ്ക്വയർ വരണം. 6 സ്ക്വയർ 36 ആണ്. സോ 71ന്റെ കൂടെ നമുക്ക് 36 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ 107 എന്ന് കിട്ടും. സോ 107 ആണ് ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരമായിട്ട് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്പർ സീരീസിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈസിലി സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഞാനിവിടെ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ഇത് സോൾവ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ അത് എത്രയാണെങ്കിലും കുഴപ്പമില്ല, കമൻസിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എത്ര പേർക്കാണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസേഴ്സ് കിട്ടുക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷനിൽ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യൻസ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോമെന്റ്സിലൂടെ തന്നെ നിങ്ങൾക്ക് നമ്മൾ എഴുതി അറിയിക്കാം. അപ്പോൾ ഒരുപാട് SSC എക്സാംസിന് വേണ്ടി നിങ്ങൾക്ക് ഒറ്റ പ്രിപ്പറേഷനിലൂടെ തന്നെ നല്ല റാങ്ക് നേടാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് ഒക്കെ നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. സോ കോഴ്സസിനെ പറ്റി കൂടുതൽ അറിയാനോ, അല്ലെങ്കിൽ ഈ എക്സാംസ് ഏതൊക്കെയാണ് എന്നതിനെ പറ്റി കൂടുതൽ അറിയാനോ, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരൊറ്റ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ മിഷൻ എക്സൽ സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കോൺസെപ്റ്റുകളും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡ് പോലും നിങ്ങൾ മിസ്സാക്കരുത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, SSCയുടെ എക്സാംസിൽ ഇപ്പം സെക്ഷണൽ ടൈമറൊക്കെ വന്നതുകൊണ്ട് കോൺസെപ്റ്റ്സ് നന്നായിട്ട് അറിഞ്ഞ് ഷോർട്ട് കട്ട്സ് അറിഞ്ഞാൽ മാത്രമാണ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബെൽ ഐക്കൺ കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമാണ് ഇതിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത തവണ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.